ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ റെയ്ഡുകൾ യുഎസിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. ലോസ് ഏഞ്ചൽസിൽ കുടിയേറ്റക്കാർക്ക് നടന്ന റെയ്ഡിനോടനുബന്ധിച്ചായിരുന്നു പ്രക്ഷോഭം ആരംഭിച്ചത്. നിങ്ങളുടെ വീടുകളിലെത്തി ICE ഉദ്യോഗസ്ഥർ വാതിൽ മുട്ടിയാൽ എന്തു ചെയ്യണം? ആരെങ്കിലും നിങ്ങളുടെ വാതിൽ മുട്ടുന്നത് കേട്ടാൽ അത് ആരാണെന്ന് കാണാൻ ജനാലയിലൂടെയോ ക്യാമറയിലൂടെയോ നോക്കുക. ICE ഉദ്യോഗസ്ഥരാണെങ്കിൽ വാതിലും ജനാലകളും പൂട്ടുക. അവരോട് ഒരു കാരണവശാലും സംസാരിക്കരുതെന്നാണ് അറ്റോർണി ജേക്കബ് സ്പോക്നിക്ക് പറയുന്നത്. വാറണ്ട് ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ അത് വാതിലിനടിയിൽ വെക്കാൻ അവരോട് ആവശ്യപ്പെടുക. വാറണ്ട് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കണം. അതിൽ നിങ്ങളുടെ പേരും വിലാസവും ഉണ്ടായിരിക്കണം. കൂടാതെ അതിലൊരു ജഡ്ജി ഒപ്പിടണം. ഒരു ICE ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട വാറണ്ട് സാധുവായി കണക്കാക്കില്ല. അവർ നിങ്ങളുടെ അനുവാദമില്ലാതെ വീട്ടിൽ പ്രവേശിച്ചാലോ വാതിൽ തകർത്താലോ എൻ്റെ വീട് പരിശോധിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ലെന്നും ഈ എൻട്രിയോട് ഞാൻ യോജിക്കുന്നില്ലെന്നും ഉറക്കെ പറയുക. അവരോട് ശാരീരികമായി പോരാടുകയോ എതിർക്കുകയോ ചെയ്യരുത്. പകരം വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഉപയോഗിച്ച് എല്ലാം റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഉദ്യോഗസ്ഥരുടെയും സാക്ഷികളുടെയും കോൺടാക്റ്റ് വിശദാംശങ്ങൾ ലഭിക്കാൻ ശ്രമിക്കുക. അവർ പോയതിനു ശേഷം ഒരു അഭിഭാഷകനെ വിളിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിശബ്ദത പാലിക്കാനുള്ള അവകാശമുണ്ട്. അതായത് പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ ജനന സ്ഥലത്തെക്കുറിച്ചോ എമിഗ്രേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചോ അവർ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാം. ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ നൽകരുത്. നിങ്ങൾ ബസ് അല്ലെങ്കിൽ ട്രെയിൻ പോലുള്ള പൊതുഗതാഗതത്തിലാണെങ്കിൽ ICE ഉദ്യോഗസ്ഥർ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് നിശബ്ദത പാലിക്കാൻ അവകാശമുണ്ട്. അവർ നിങ്ങളെയോ നിങ്ങളുടെ സാധനങ്ങളെയോ പരിശോധിക്കാൻ ശ്രമിച്ചാൽ ഈ പരിശോധനയ്ക്ക് ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പക്കൽ ഒരു ആയുധമുണ്ടെന്ന് അവർ കരുതുന്നുവെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ പരിശോധിക്കാൻ അവകാശമുള്ളൂ. നിങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാനും അവകാശമുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ ICE ഉദ്യോഗസ്ഥർ നിങ്ങളെ തടഞ്ഞാൽ വണ്ടി നിർത്തുക. നിങ്ങളുടെ ID കാണിച്ച് അവർ ആരാണെന്ന് അവരോട് ചോദിക്കുക. അതൊരു ICE ഓഫീസർ ആണെങ്കിൽ നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെ കുറിച്ച് ഒരു വിവരവും നൽകരുത്. സ്റ്റിയറിംഗ് വീലിൽ നിങ്ങളുടെ കൈകൾ വെക്കുക. നിങ്ങളുടെ കാർ പരിശോധിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പരിശോധനയ്ക്ക് ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാം. സാധാരണയായി ഒരു കുറ്റകൃത്യത്തിൻ്റെ തെളിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ കാർ പരിശോധിക്കാൻ കഴിയൂ. നിങ്ങൾ എല്ലാം ശരിയായി ചെയ്യുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിഭാഷകനോട് സംസാരിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇതിനകം ഒരു അഭിഭാഷകനുണ്ടെങ്കിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന G-28 എന്ന ഫോം കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇതുവരെ ഒരു അഭിഭാഷകനില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ വിളിച്ച് ഒരാളെ കണ്ടെത്താൻ ആവശ്യപ്പെടാം. ICE ഉദ്യോഗസ്ഥർ നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജാമ്യത്തിലിറങ്ങാൻ അവസരം ലഭിച്ചേക്കാം. നിങ്ങളുടെ കോടതി വാദം കേൾക്കുന്നതിനായി കാത്തിരിക്കുമ്പോൾ ഒരു അഭിഭാഷകന് ജാമ്യത്തിലിറങ്ങാൻ നിങ്ങളെ സഹായിക്കാനാകും. ഉടനടി നാടുകടത്തിൽ തടയാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്ത ഉടനെ ഒരു അഭിഭാഷകനെ വിളിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് രേഖകളില്ലാത്ത ആളുകൾ ഉണ്ടെന്ന് വിവരങ്ങൾ ലഭിക്കുമ്പോഴാണ് ICE ഉദ്യോഗസ്ഥർ റെയ്ഡുകൾ നടത്തുന്നത്. അവരുടെ കയ്യിൽ വാറണ്ട് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ വാറണ്ടിൽ പേരുള്ള ഒരാളെ അന്വേഷിച്ചായിരിക്കാം കമ്പനിയിലേക്ക് വരുന്നത്. വാറണ്ടിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇത് സംഭവിച്ചാൽ ആരെയാണ് വിളിക്കേണ്ടതെന്നും എന്തു ചെയ്യണമെന്നും തിരിച്ചറിയണം. ഒരു ചോദ്യത്തിനും ഉത്തരം നൽകരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളിൽ ഒപ്പിടരുത്. പ്രത്യേകിച്ച് സ്വമേധയാ ഉള്ള യാത്ര പോലുള്ള രേഖകളിൽ ഒപ്പിടരുത്. അത് നിങ്ങളെ ഉടനടി നാടുകടത്തുന്നതിലേക്ക് നയിച്ചേക്കാം. എപ്പോഴും ഓർമ്മിക്കുക, വാറണ്ട് ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു വിവരവും നൽകരുത്. ശാന്തത പാലിക്കുക. ഉദ്യോഗസ്ഥരുമായി വഴക്കിടരുത്. നിങ്ങൾ അറസ്റ്റിലായാൽ ഉടൻ തന്നെ ഒരു അഭിഭാഷകനെ വിളിക്കുക.